അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സലാസത്തുൻ യസ്റഊനൽ മഹബ്ബത ഫിൽ ഖുലൂബ്. മൂന്ന് വിഭാഗം ആളുകൾ, അവർക്ക് മനസ്സിൽ സ്നേഹമായിരിക്കും. അവരോട് മനുഷ്യർക്ക് സ്നേഹമായിരിക്കും. മാത്രമല്ല, വയരിസൂനൽ മൻസിലത ലി അഹ്ലി സമാ, വാനലോകത്തുള്ള മലക്കുകളുടെ അടുക്കലും ഇവർ അംഗീകരിക്കപ്പെടുന്നവരായിരിക്കും. മൂന്ന് വിഭാഗം ആളുകൾക്ക് ഭൂമി ലോകത്തുള്ള മനുഷ്യരുടെ സ്നേഹവും വാനലോകത്തുള്ള മലക്കുകളുടെ സ്നേഹവും കിട്ടുന്നതാണ് മൂന്ന് വിഭാഗം ആളുകൾക്ക്. അവർ ആരൊക്കെയാണ്? ഒന്ന്, സ്വാഹിബു ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവത്തിൻ്റെ ഉടമകൾ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾ, പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുകയും ആകർഷണീയമായ രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് ഭൂമിയിലും ആകാശത്തിലും അംഗീകാരമുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നു, അൽ ഇഖ്ലാസു ബി അമലിഹി, ആത്മാർത്ഥമായിട്ട് അമല് ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യുന്നവർ, അവർക്ക് ദുനിയാവിലും ഭൂമിയിലും വാനലോകത്തും അംഗീകാരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അൽ മുതവാളിഉ, വിനയാന്യതരാണ്, വിനയത്തോടുകൂടെ ജീവിക്കുന്നവരാണ്. അവരുടെ സംസാരത്തിലും സമീപനത്തിലുമെല്ലാം വിനയം ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമിയിലും അംഗീകാരമാണ്, വാനലോകത്തുള്ള മലക്കുകളുടെ അടുക്കലും അംഗീകാരമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മൂന്ന് സ്വഭാവങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്ന്, സൽസ്വഭാവം. രണ്ട്, ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യുക. മൂന്നാമത്തത്, എല്ലാവരോടും വിനയത്തോടുകൂടെ ഇടപെടുക. ഈ മൂന്ന് സ്വഭാവങ്ങളുണ്ട് എങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യരുടെ അടുക്കലും അതുപോലെ തന്നെ ആകാശത്തിലുള്ള മലക്കളുടെ അടുക്കലും അംഗീകാരം ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും ആരെല്ലാം ഏതെല്ലാം രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്കെല്ലാം അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.